എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് ആളുകൾ ആത്മോല്ലാസ് എന്ന ചാനലിലൂടെ വിവരിച്ചു കൊണ്ടിരിക്കുന്ന വീഡിയോകളും ഷോർട്സുകളും ഒരുപാട് കാണുന്നുണ്ട്. കൂടുതൽ വീഡിയോകൾ കാണുന്നില്ല എങ്കിലും നിങ്ങൾക്കിഷ്ടപ്പെടുന്ന രീതിയിൽ ആത്മോല്ലാസ് എന്ന ചാനലിനെ അല്പമെങ്കിലും ഇഷ്ടപ്പെടുന്നത് മഹനീയം തന്നെ, ശ്ലാഘനീയം തന്നെ. മനുഷ്യനായി കാണാൻ ശ്രമിക്കണം, മനുഷ്യനായി തീരണം എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇപ്രകാരമുള്ള ഒരു ചാനലിൽ തുടങ്ങുവാനും ആയതിനായിക്കൊണ്ടുള്ള ഉദ്ധരിപ്പിക്കുന്നതും പ്രോത്സാഹനവും ഉള്ളിൽ നിന്നും ഉണ്ടായതാണ്. ആയതിനെ ഒരുപാട് വീക്ഷിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നവരെയും അല്ലാത്തവരെയും തിരിച്ച് ഒരുപാട് സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു. ആയതിലുള്ള കൃതജ്ഞതയും കടമയും കടപ്പാടും ഓരോരുത്തരോടും അറിയിക്കുന്നു. എല്ലാവരും നല്ലവരായി തീരട്ടെ, നല്ലവരായി നിലകൊള്ളട്ടെ. നമുക്ക് യാത്രയാകുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ യാത്രയാകുവാനായിക്കൊണ്ട് നമ്മളെ ഉള്ളിലുള്ള സത്ത നമ്മളെ ഉണർത്തിക്കൊണ്ട് നമ്മളുടെ തള്ളിയിടാതെ തലോടിക്കൊണ്ട് നമ്മുടെ അവസാന ഘട്ടത്തിൽ തലോടുവാനായിക്കൊണ്ടുള്ള അറിവും വിവേകവും ജ്ഞാനവും ആയതിനുള്ള പരിശ്രമങ്ങളും പ്രവർത്തനങ്ങളും ഏവരിലും ഉണ്ടാകട്ടെ, ഏവരിലും വളർന്നു വരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമസ്കാരം, പ്രണാമം. ഒരുപാട് നമ്മൾ നേരം പോകുവാനായിക്കൊണ്ട് പല മാർഗങ്ങളും സ്വീകരിക്കുന്നവരാണ്, പല ആഘോഷവേളകളിലും പങ്കെടുക്കുന്നവരാണ്, പല കാഴ്ചകളും കാണാൻ പോകുന്നവരാണ് നമ്മളെല്ലാവരും. നമുക്ക് ജീവിതത്തിൽ സുഖം വേണമെന്ന് കരുതാത്തവരായിക്കൊണ്ടാരും ഈ ലോകത്തിൽ ഉണ്ടാകുകയില്ല, ഇനി ഉണ്ടാകാനും പോകുന്നില്ല. ഇന്നലെ അങ്ങനെ ഉണ്ടായിട്ടുമില്ല ആരും. എല്ലാവർക്കും ജീവിതത്തിൽ സുഖം വേണം എന്ന് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. പക്ഷേ ആത്മാർത്ഥമായിട്ടുള്ള സുഖവും ആത്മാർത്ഥമായിട്ടുള്ള ശാന്തിയും ആത്മാർത്ഥമായിട്ടുള്ള സമാധാനവും ആത്മാർത്ഥമായിട്ടുള്ള ജീവിത നിലവാരവും വേണം എന്ന് വിചാരിക്കുന്നത് വളരെ കുറഞ്ഞിട്ടുള്ളൊരു ശതമാനം ആളുകളെ ഉണ്ടാവുകയുള്ളൂ എന്നു മനസ്സിലാക്കുന്നു. ബാക്കിയുള്ളവരെല്ലാം സുഖം വേണം, സമാധാനം വേണം എന്ന് വിചാരിക്കുന്നവർ ഒരുപാട് വെട്ടിപ്പിടിച്ചുകൊണ്ടും അധർമ്മത്തിലൂടെയും അജ്ഞതയിലൂടെയും മാത്രമാണ് ഇപ്രകാരമുള്ളൊരവസ്ഥയിലേക്ക് പലരും യാത്ര ചെയ്യുന്നത്. ഈ യാത്രയ്ക്കൊരു അന്ത്യമുണ്ടാകുമ്പോൾ അതൊരുപാട് കഷ്ടതകളും വിഷമങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും രോഗങ്ങളും ആവുന്നു, അപ്രകാരമായിത്തീരുന്നു. കാരണം നമ്മൾ തിരഞ്ഞെടുക്കുന്നതായിട്ടുള്ള മാർഗങ്ങൾ നല്ലതല്ലാത്തത് കൊണ്ടാവുന്നു. നല്ലതിനെയാണ് നമ്മൾ കാണാൻ ശ്രമിച്ചിരുന്നതെങ്കിൽ നമ്മൾ പോകുമ്പോഴും നമുക്ക് സമാധാനത്തോടു കൂടി പോകുവാനായിക്കൊണ്ടുള്ളൊരവസ്ഥ അപ്രകാരമുള്ള നമ്മൾ തിരഞ്ഞെടുത്ത മാർഗങ്ങളെ വെച്ചുകൊണ്ട് അപ്രകാരം നമ്മളെ നയിക്കുന്നു. നല്ലതാണ് മാർഗങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നല്ല മാർഗേണ പോകുവാനായിക്കൊണ്ട് അവസരം നമ്മൾ നിയുക്തമായി നിലകൊള്ളുന്നു. എപ്പോഴും എല്ലായ്പ്പോഴും നമ്മളറിഞ്ഞു ജീവിക്കണം, നമ്മളറിയണം, അപ്രകാരം ജീവിക്കണം. അങ്ങനെയുള്ള ജീവിതം മാത്രമേ നമുക്ക് പോകുന്ന സമയത്ത് ശാന്തിയോടുകൂടിയും സമാധാനത്തോടു കൂടിയും യാത്ര പറഞ്ഞ് പിരിയുന്നൊരവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുകയുള്ളൂ.
അതെല്ലാം നമ്മളിലുണ്ടാകുന്ന കർത്തവ്യം കൊണ്ടും കർത്തവ്യബോധങ്ങൾ കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും പെരുമാറ്റങ്ങൾ കൊണ്ടും സ്വഭാവശുദ്ധി കൊണ്ടും അപ്രകാരം നമ്മളെ വളർത്തി വലിയവനാക്കുന്നു. നമ്മളാരും സ്വയം വലിയവനാണെന്നുള്ള നാട്യം നമ്മൾ അവസാനിപ്പിക്കണം. നമ്മളെല്ലാവരിലും ചെറിയവനാണെന്ന് നമ്മൾ വിശ്വസിക്കണം. ചെറുതായിട്ടല്ലേ നമ്മൾ വളരുന്നത്. നമ്മൾ വരുമ്പോൾ തന്നെ നമുക്കെന്തെങ്കിലും അറിയുമായിരുന്നോ? നമ്മളെന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ? നമ്മുടെ ഒരു ശരീരം മാത്രമല്ലേ നമുക്ക് ജന്മം കൊണ്ട് കിട്ടിയിട്ടുള്ളൂ. പിന്നീട് ജനിക്കുമ്പോൾ ഉണ്ടാകുന്നതായിട്ടുള്ള സൗകര്യങ്ങൾ മാതാപിതാക്കളുടെയും നമ്മളുടെ രക്ഷാകർത്താക്കളുടെയും ഭാഗമായിട്ടുള്ളതാണ്. നമ്മളായിട്ട് അധ്വാനിച്ചുണ്ടാക്കിയതല്ല. വരുമ്പോൾ നമ്മളൊന്നില്ലാത്തവരായി ശുദ്ധരായി ജനിക്കുന്നു. നമ്മളടുത്ത് നല്ലതും നല്ലതല്ലാത്തതായിട്ടുള്ളതൊന്നും നമ്മളുടെ വശം, നമ്മുടെ നാമത്തിൽ, നമ്മുടെ പേരിൽ, കർമ്മങ്ങളിൽ ഒന്നുമില്ല. നമ്മൾ ഒന്നും അറിയാത്തവരായി, ഒന്നും ഇല്ലാത്തവരായി ജനിച്ചു എങ്കിൽ നമ്മളിൽ വിലമതിക്കാനാകാത്തതൊന്നുണ്ട്. ആയതുകൊണ്ടാണ് നമുക്ക് ജീവസും ഓജസ്സും ജന്മന നമുക്കുണ്ടാകുന്നത്. നമുക്ക് കൈകാലുകൾ ചലിപ്പിക്കുവാനും കളിക്കുവാനും ചിരിക്കുവാനും മറ്റുള്ളവരെ ചിരിപ്പിക്കുവാനും സന്തോഷിപ്പിക്കുവാനുള്ള കഴിവോടുകൂടി നമ്മൾ വന്നതെങ്കിൽ അതിമഹത്തായിട്ടുള്ളതൊന്ന് അപ്പോഴും ഉണ്ടായിരുന്നു. അത് എപ്പോഴും ഉണ്ടായിരുന്നു. അത് ഇപ്പോഴും ഉണ്ട്. അതാണ് നമ്മളെ നയിക്കുന്ന ആ മഹാമായ ആ ശക്തി. ആ ശക്തിയെ മനുഷ്യൻ വളർന്നു വരുമ്പോൾ മാനുഷിക മൂല്യങ്ങൾക്കുതകുന്ന രീതിയിലുള്ള ജീവിത രീതിയും ജീവിത നിലപാടുകളും അവരവർക്കുള്ള കാര്യബോധവും കാര്യത്തോട് കാണിക്കുന്നതായിട്ടുള്ള അവരുടെ അടുപ്പവും ബഹുമാനവും സഹവർത്തിത്വവും സാഹോദര്യ ബന്ധവും സ്നേഹവും സ്വഭാവശുദ്ധിയും മാനുഷിക മൂല്യങ്ങൾക്കുതകുന്ന രീതിയിൽ അപ്രകാരം വരുമ്പോൾ ഞാനറിയാതെ എന്നിൽ ആരോ സന്തോഷിക്കുന്നു. അതാണ് നമ്മൾ വരുമ്പോൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആ തോഴി അല്ലെങ്കിൽ ആ തോഴൻ നമ്മളെ നയിക്കുന്ന, അല്ലെങ്കിൽ നമ്മളെ വഹിക്കുന്ന, ഈ വാഹനത്തെ ചലിപ്പിക്കുന്ന ഡ്രൈവറായിട്ട് ഒന്നിരിക്കുന്നു. നമ്മളുടെ ജന്മം കൊണ്ട് തന്നെ നമ്മൾ ഇരിക്കുന്ന കാലത്തോളം ആ ഡ്രൈവർ നമ്മുടെ ശരീരത്തെ നയിപ്പിച്ചുകൊണ്ട് ശരീരത്തെ ചലിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. അപ്രകാരമാണ് നമ്മുടെ ശരീരം നിലനിൽക്കുന്നത്. ഡ്രൈവറോട് കൂടിയിട്ടുള്ള വാഹനം കമ്പനിക്കാരെപ്രകാരം ഉൽപ്പാദിപ്പിക്കുന്നില്ല, നിർമ്മിക്കുന്നില്ല. നിങ്ങൾ ആലോചിക്കണം. നമുക്കൊരു വാഹനമേ നമ്മൾ വാങ്ങുന്നുള്ളൂ. ഒന്നുകിൽ നമ്മുടെ യാത്രയ്ക്ക് വേണ്ടി നമ്മൾ സ്വന്തം ഡ്രൈവിംഗ് പഠിക്കുന്നു, അല്ലെങ്കിൽ മറ്റുള്ള ഡ്രൈവർമാരെ നമ്മൾ ജോലിക്ക് വയ്ക്കുന്നു. എപ്രകാരം സുരക്ഷിതമാകും? നമ്മളൊരു വാഹനം അറിഞ്ഞു ഓടിക്കുമ്പോൾ ആയതിൽ കാര്യപ്രാപ്തി വേണമെന്ന് ചിന്തിച്ചുകൊണ്ട് തനിക്കും തൻ്റെ ശരീരത്തിനും യാതൊരു തരത്തിലുള്ള വിഷമതകളും കൂടാതെ കണ്ട്, മാത്രമല്ല വഴിയോരങ്ങളിലുള്ളതെല്ലാം സുരക്ഷിതപ്പെടുത്തിക്കൊണ്ട് വേണം നമ്മൾ വാഹനം ഓടിക്കുവാൻ എന്നുള്ള കരുതലോടുകൂടി ആർക്കും ഏവർക്കും ഒരു ജീവിക്ക് പോലും ദോഷമില്ലാത്ത രീതിയിൽ നമ്മൾ ഡ്രൈവ് ചെയ്തെങ്കിൽ മാത്രമേ, സുരക്ഷിതമായി നമ്മൾ വാഹനം ഉപയോഗിച്ചതെങ്കിൽ മാത്രമേ നമുക്ക് ഡ്രൈവർ എന്നുള്ള പേരിൽ നമ്മൾ അർഹനാവുന്നുള്ളൂ. നമ്മുടെ വാഹനം നമ്മൾ എപ്രകാരം ഓടിക്കണം?
ശ്രദ്ധയോടുകൂടി ഓടിക്കണം. ഇല്ലെങ്കിൽ നമുക്ക് അപകടം സംഭവിക്കുമെന്ന് നിങ്ങളെ യുക്തി കൊണ്ടും വ്യക്തിബോധം കൊണ്ടും നിങ്ങൾ തന്നെ ചിന്തിക്കുന്നില്ലേ? ചിന്തിച്ചാൽ അറിയില്ലേ? നമ്മുടെ വാഹനം നമ്മളൊരു ഡ്രൈവറെ ഏൽപ്പിച്ചാലും നമ്മൾ സ്വന്തം തന്നെ വാഹനം ഓടിച്ചാലും എന്തു വേണം? ഇപ്രകാരമുള്ള ബോധ്യത്തോടു കൂടി ആ വാഹനം നമ്മൾ ഓടിക്കണം. ആ വാഹനം ഓടിക്കണമില്ലെങ്കിൽ എന്തുണ്ടാകുന്നു? എനിക്കും എൻ്റെ വാഹനത്തിനും ദോഷകരമായിട്ടുള്ള അവസ്ഥ വന്നു ചേരുന്നു. എനിക്കും എൻ്റെ വാഹനത്തിനും ദോഷകരമായി ഭവിക്കുന്ന അവസ്ഥകളിലൂടെ പിന്നീട് മുന്നോട്ട് പോകേണ്ടതായിട്ട് വരും. പറ്റുന്നതെന്താണോ ആയതിനനുസരിച്ചായിരിക്കും ആ അവസ്ഥയിൽ നിന്ന് നമുക്ക് മുക്തി ലഭിക്കുക. ചിലപ്പോൾ നമുക്ക് നമ്മളെ തന്നെ, ആ വാഹനത്തെ തന്നെ നമുക്ക് നഷ്ടപ്പെടുകയും ചിലപ്പോൾ ഡ്രൈവർ രക്ഷപ്പെടുകയും ചെയ്യുന്നു. ചിലപ്പോൾ അല്ല, ദൃശ്യമായിട്ടുള്ള ഡ്രൈവർ ആ വാഹനം ദൃശ്യമായ എന്ന പോലെ വാഹനം നശിക്കുന്നതോടുകൂടി നമ്മുടെ അശ്രദ്ധ കാരണം ഡ്രൈവറുടെ സാന്നിധ്യവും ആ വാഹനത്തിൻ്റെ കൂടെ പോകുന്നു. അത് നമ്മുടെ ശരീരവും വാഹനത്തിൻ്റെ പ്രവർത്തനം നിൽക്കുന്നതോടുകൂടി വാഹനത്തിൻ്റെ പ്രവർത്തനക്ഷമത നശിക്കുകയും ആ വാഹനത്തിൻ്റെ പേരും ആ വാഹനം ഓടിച്ചവരെയും എല്ലാവരും അറിയുന്നു. പക്ഷേ ആയതിലുള്ള ജീവൻ നഷ്ടപ്പെട്ടു. വാഹനത്തിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു. അതിനില്ല, ആ വാഹനം ഇനിയില്ല. ഇനി വേറെ വാഹനം നമ്മുടെ മക്കൾക്കോ നമ്മുടെ ബന്ധുക്കൾക്കോ യാത്ര ചെയ്യുവാനായിക്കൊണ്ട് ആ വാഹനം സ്മരണയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നു. വാഹനങ്ങൾ വേറെയും ഉണ്ടാവാം, ആ വാഹനം പിന്നീട് ഉണ്ടാകുന്നില്ല. ആ വാഹനം പിന്നീട് സ്മരണയിൽ മാത്രം. എങ്കിൽ ഒരു വാഹനം ഓടിക്കുന്നത് കാര്യപ്രാപ്തിയോടുകൂടിയിട്ടുള്ള ചിന്തയോടുകൂടിയാണെങ്കിൽ ആ വാഹനം ഒരുപാട് കാലം നമുക്ക് ഓടിക്കുകയും വിഷമങ്ങൾ കൂടാതെ നമുക്ക് ഓരോ കാര്യങ്ങളും ജീവിതത്തിനുതകുന്ന രീതിയിലൂടെ ജീവിതത്തിന് അനുസരിച്ചിട്ടുള്ള നിലവാരത്തിലായിക്കൊണ്ട് നമുക്ക് വാഹനം ഓടിക്കുവാൻ നമ്മൾ കാര്യപ്രാപ്തി സിദ്ധിച്ചതെങ്കിൽ ആ വാഹനത്തിന് യാതൊരു തരത്തിലുള്ള കേടുപാടുകളും പോലും ഏൽക്കാതെ കണ്ട് സമൂഹത്തിൽ നല്ലൊരു ഡ്രൈവറും അത് ഓടിക്കുന്ന നല്ലൊരു ഉടമക്കാരനുമായി നമുക്ക് സമൂഹത്തിൻ്റെ ഇടയിലൂടെ അഭിമാനത്തോടു കൂടി സഞ്ചരിക്കുവാനായിക്കൊണ്ട് നമുക്ക് സാധിക്കുന്നു. എന്തുകൊണ്ട്? നമ്മുടെ കാര്യപ്രാപ്തിയുള്ള ശ്രദ്ധ കൊണ്ടും നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന വിജ്ഞാനം കൊണ്ടും നമ്മൾ മനസ്സിലാക്കുന്നു. എന്നെ പോലെയാണ് മറ്റുള്ള വാഹനങ്ങൾ ഓടിക്കുന്നവരും വാഹനം ഓടിക്കുന്ന പാതയിലൂടെ നടക്കുന്ന ജീവികളെയും മനുഷ്യരെയും സംരക്ഷിച്ചു വേണം നമ്മൾ മുന്നോട്ട് പോകുവാൻ. അതല്ലേ നമ്മുടെ ജീവിതം. നമ്മുടെ മക്കളെയും ബന്ധുക്കളെയും പരിചരിച്ചു കൊണ്ട് വേണം നമുക്ക് കർമ്മം ചെയ്ത് കിട്ടുന്നത് കൊണ്ട് നല്ല ആഹാരം വാങ്ങി നല്ല ഭക്ഷണം കഴിച്ച് ഒരുപാട് കഴിക്കാതെ ജീവിക്കാൻ വേണ്ടി മാത്രം ഇല്ലേ നമുക്ക് വാഹനത്തിൽ പെട്രോൾ അടിച്ചുകൊണ്ട്, വാഹനത്തിൽ ഡീസൽ അടിച്ചുകൊണ്ട്, വാഹനത്തിൽ വൈദ്യുതി ചാർജ് ചെയ്തുകൊണ്ട് എപ്രകാരം നമ്മൾ ആവശ്യത്തിനും അനാവശ്യത്തിനും വേണ്ടി പോകുന്നുവോ അത്രയ്ക്കും നമുക്ക് നമ്മൾ അധ്വാനിച്ച് കിട്ടുന്നതായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള ഭദ്രതയെ എപ്രകാരം ബാധിക്കാതെ ഇരിക്കുന്നു.
നമ്മുടെ ചിന്ത കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും ആയവ ത്വരിതപ്പെടുത്തുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നത് പ്രകാരമാണോ, അത് ആവശ്യത്തിനാണോ അനാവശ്യത്തിനാണോ എന്ന് ചിന്തിക്കുമ്പോൾ ഒരുപാട് അനാവശ്യത്തിന് വേണ്ടി വാഹനം നമ്മൾ ഓടിച്ചിട്ടുണ്ടോ? നമ്മുടെ സാമ്പത്തിക ഭദ്രത മെച്ചപ്പെടുത്തുവാനായി കൊണ്ടുള്ളൊരു കരുതൽ നമുക്കുണ്ടായിട്ടുണ്ടോ? നമ്മുടെ വാഹനം നടന്നു പോകേണ്ടതായിട്ടുള്ളൊരു വഴി ഉള്ളുവെങ്കിൽ ആ വാഹനം നമ്മൾ ഒതുക്കി നിർത്തിക്കൊണ്ട് നമ്മൾ നടന്നു പോകുന്നു. നമുക്കൊരുപാട് സ്വൈര്യത്തോടു കൂടി നടന്നു പോയിക്കൊണ്ട് കുറഞ്ഞ ദൂരം നമ്മൾ നടക്കാനായിക്കൊണ്ട് ആഗ്രഹിച്ച് അപ്രകാരം പോകുമ്പോൾ നമ്മുടെ വാഹനത്തിന് എണ്ണച്ചെലവില്ലാതെ കണ്ട് ആ കാര്യം സാധിച്ചുകൊണ്ട് വീണ്ടും നമ്മൾ കാര്യപ്രാപ്തിയോടുകൂടി വാഹനം ഓടിക്കുമ്പോൾ നമുക്ക് ഇന്ധനച്ചെലവുണ്ടായില്ല. മറ്റുള്ളവരുടെ സ്വൈര്യവിഹാരം കെടുത്തുന്ന രീതിയിലൂടെ അപ്രകാരം നമ്മൾ അവിടേക്ക് പോയിട്ടുമില്ല. നമ്മൾ മാതൃകാപരമായിട്ടുള്ള കർത്തവ്യം അവിടെ നിർവഹിക്കുന്നു. നമ്മൾ കുറച്ച് നടന്നു പോകാനുള്ളൊരു ദൂരമുള്ള സ്ഥലത്തേക്ക് ഇന്നത്തെ ജീവിത നിലവാരം വെച്ച് നോക്കുമ്പോൾ, സൗകര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് അസൗകര്യങ്ങളുള്ള റോഡുകളും അങ്ങാടികളുമാണ് നമുക്കൊക്കെ ഉള്ളത്. അപ്രകാരം നമ്മൾ ചിന്തിക്കണം. വലിയൊരു വാഹനം വാങ്ങി നമുക്ക് ചെറിയതായിട്ടുള്ളൊരു സാധനമേ വേണ്ടതായിട്ടുള്ളൂ എങ്കിൽ നമ്മൾ ആ വാഹനം അപ്രകാരം തിരക്കുള്ള ഭാഗത്തേക്ക് കൊണ്ടാകാതെ കണ്ട് സൗകര്യപ്രദമായിട്ടുള്ളൊരു വഴിമധ്യേ ആയവ നിർത്തിയിട്ടുകൊണ്ട് നമുക്ക് നടന്നു പോയിക്കൊണ്ട് നമുക്ക് വേണ്ടതായിട്ടുള്ള സൗകര്യങ്ങൾ എന്തെല്ലാമാണോ വേണ്ടത് ആയതിനെ മാന്യമായ രീതിയിലൂടെ നമ്മളെല്ലാം വാങ്ങിയെടുത്തുകൊണ്ട് നമുക്ക് നമ്മുടെ വാഹനത്തിൽ എത്തിച്ച് തിരിച്ച് നമ്മളെപ്രകാരം പോകുന്നുവോ ആയവ അവൻ്റെ കർത്തവ്യമാകുന്നു. നമുക്ക് ചിലപ്പോൾ ഒന്നും വാങ്ങാനുണ്ടാവില്ല, പക്ഷേ നമുക്കവിടെ ഏതെങ്കിലും തരത്തിലുള്ള കാര്യസാധ്യത്തിനായി കൊണ്ടാവും നമ്മൾ പുറപ്പെട്ടിട്ടുണ്ടാകുക. ആരെങ്കിലും കാണുവാനോ സംസാരിക്കുവാനോ എന്തെങ്കിലും പറയുവാനോ ഏൽപ്പിക്കുവാനോ ആവും നമ്മൾ പോയിട്ടുണ്ടാവുക. ആ സമയം വാഹനം ആ തിരക്ക് പിടിച്ച ഭാഗത്തേക്ക് കൊണ്ടുപോകാതെ കണ്ടൽപ്പം നടക്കുവാനായിക്കൊണ്ട് നമ്മൾ ശ്രമിച്ചാൽ ആയതിൽ നമുക്കൊരുപാട് ഗുണവും നമുക്ക് വേഗം തിരിച്ചു പോരുവാനായിക്കൊണ്ടുള്ള മാർഗവും അപ്രകാരമുള്ള നല്ല തീരുമാനത്തിലൂടെ നമുക്ക് എടുക്കുവാനായിക്കൊണ്ട് സാധിക്കുന്നു. വാഹനം കൊണ്ട് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കുകയും ചെയ്തിട്ടില്ല എങ്കിൽ നമുക്ക് വേണ്ടതായിട്ടുള്ള കാര്യം സാധിച്ചുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചു പോകുവാനായിക്കൊണ്ടും നമ്മുടെ ആ ശ്രദ്ധിച്ചിട്ടുള്ള അപ്രകാരമുള്ളൊരു കർത്തവ്യം ആയതിന് നമ്മുടെ വേഗം പോകുവാനും തിരിച്ചു പോകുവാനായിക്കൊണ്ടും നമ്മളെ പ്രാപ്തമാക്കുന്നു. എന്ത് നല്ല തീരുമാനങ്ങൾ! അതിനൊക്കെ നിങ്ങൾക്കൊന്ന് ശ്രദ്ധിച്ചുകൂടെ ജീവിതത്തിൽ? അപ്പോൾ ഇതാണ് പറയുന്നത്, നമുക്ക് നമ്മുടെ മാർഗങ്ങൾ എപ്രകാരം നമ്മൾ കർമ്മങ്ങൾ കൊണ്ട് നമ്മൾ ചെയ്തെടുക്കുന്നു, എപ്രകാരം നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളിൽ സത്യസന്ധതയും ധർമ്മനിഷ്ഠയും വെച്ച് പുലർത്തിക്കൊണ്ട് ആത്മാർത്ഥതയോടുകൂടി കർമ്മം അനുഷ്ഠിക്കുന്നുവോ, കർമ്മം ചെയ്യുന്നുവോ, ജോലി ചെയ്യുന്നുവോ, ആരെയും പറ്റിക്കാത്തതായിട്ടുള്ള, ചതിക്കാത്തതായിട്ടുള്ള, വഞ്ചിക്കാത്തതായിട്ടുള്ളൊരു മനുഷ്യൻ്റെ കർത്തവ്യം പൂർത്തീകരിക്കുവാനാണ് നിങ്ങൾ പണിയെടുക്കുന്നതെന്നുള്ളൊരു ബോധ്യം നിങ്ങൾക്കുണ്ടായാൽ നിങ്ങൾ ജീവിതമാകുന്ന പന്താവിൽ നിങ്ങൾ വിജയിച്ചിരിക്കുന്നു. നിങ്ങൾ വിജയിയായി നിലകൊള്ളുന്നു. നിങ്ങൾ അപ്രകാരമുള്ള മാനത്തോടു കൂടി നിങ്ങൾ എന്നും ജനിക്കുകയാണ്. ഓരോ ദിനവും നല്ലതിലേക്കെത്തുന്ന ആ പാതയിലേക്ക് നിങ്ങൾ എന്നും ജനിക്കുന്നു, പുതിയതായി. എങ്കിൽ നിങ്ങളുടെ കർമ്മങ്ങൾ പിഴവ് കൂടുന്നൊരവസ്ഥയിലേക്കൊരു ദിനം വന്നെത്തിയാൽ അന്നു മുതൽ ഓരോ ദിനവും നിങ്ങൾ മരിച്ചു കൊണ്ടിരിക്കുന്നു. താഴേക്ക് ജീവിത നിലവാരം, ആത്മാർത്ഥത, സത്യസന്ധതം, ധർമ്മനിഷ്ഠ പിഴച്ചുപോയാൽ അവനിൽ പിന്നീട് ജീവിത നിലവാരം, അവൻ്റെ കർത്തവ്യം അവനെ
പുറകോട്ട് നയിക്കുന്നു. അവൻ മരിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ നിമിഷവും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മുടെ വാഹനം കാര്യപ്രാപ്തിയോടുകൂടി ശ്രദ്ധയില്ലാതെ കണ്ട് വഴിയോരങ്ങളിലൂടെ അമിതമായ വേഗതയിലൂടെ പോയാൽ മറ്റുള്ളവർക്കും നാശം, നമുക്കും നാശം. ആരാ മറ്റുള്ളവർ? നമ്മുടെ കുടുംബങ്ങളല്ലേ. നമ്മളെ ശ്രദ്ധ നമ്മുടെ കുടുംബത്തെയും ഹനിക്കുന്നു, ആയതിലൂടെ നമ്മളെയും ഹനിക്കുന്നു. ആര്? അവരവർ തന്നെ. എങ്കിൽ നമ്മുടെ വാഹനം നമുക്ക് ഉപകാരപ്രദമായിട്ടുള്ള അവസ്ഥയിലൂടെ നയിക്കുവാനുള്ളതാണ്. നമുക്ക് ഈ വാഹനം കൊണ്ട് നമുക്കെപ്പോഴും ഗുണപ്രദമായിട്ടുള്ള അവസ്ഥയിലൂടെ മാത്രമേ ഈ വാഹനം ഓടിക്കാവൂ. എന്നാൽ ഇന്ധനച്ചെലവ് കുറവാണ്, സാമ്പത്തിക ഭദ്രത കുറഞ്ഞ ചെലവേ ആയതിന് ചെലവഴിക്കേണ്ടതുള്ളൂ. അപ്പോൾ സാമ്പത്തിക ഭദ്രത കൈവരുന്നു, സമാധാനം കൈവരുന്നു, അപ്രകാരം ശാന്തി കൈവരുന്നു, സ്വസ്ഥത കൈവരുന്നു, സ്വൈര്യം കൈവരുന്നു. ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഓരോ ഭാഗങ്ങളിലും ശ്രദ്ധയോടെ നമ്മുടെ വാഹനത്തെ ചലിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം. അമിത വേഗത ആപത്തിനെ വിളിച്ചു വരുത്തുന്നത് പോലെ ആർഭാടമായിട്ടുള്ള ജീവിതം നമ്മുടെ ജീവിത പന്താവിനെ ഒരുപാട് സ്പീഡിൽ ഓടിക്കുവാനായിക്കൊണ്ട് ഉപകരിക്കുന്നു. വാഹനം നിയന്ത്രണ വിധേയമല്ലാതെ കണ്ട് ആ വാഹനം പോകുമ്പോൾ വരാനിരിക്കുന്നതായിട്ടുള്ള അപകടങ്ങൾ നമുക്ക് മനസ്സിലാകാതെ കണ്ട് ആ വാഹനം അപ്രകാരം പോകുമ്പോൾ ഭയാനകപരമായിട്ടുള്ള ഒരവസ്ഥയില്ലേ? ഞാനെന്നുള്ള വ്യക്തിയെ കണ്ടുകൊണ്ട് ആയുധനെ പറ്റിക്കൊണ്ട് ആയുധൻ്റെ പാതയിലൂടെ ഉയരുവാനായിക്കൊണ്ട് മക്കളുണ്ട്, കുടുംബത്തിൽ പ്രായമായവരുണ്ട്, വയ്യാത്തവരുണ്ട്. അവരെ ശ്രദ്ധിച്ചാണ് പോയിട്ടുള്ളതെങ്കിൽ ആ വാഹനം നമുക്കെപ്രകാരം എപ്പോഴും പരിമിതമായിട്ടുള്ളൊരു വേഗത മാത്രമേ നമുക്ക് ആ വാഹനത്തിന് കൊടുക്കുവാനായിക്കൊണ്ട് സാധിക്കും. ആയൊരു ഉണർവ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ മക്കൾ കേൾക്കണം, മാതാപിതാക്കൾ കേൾക്കണം, സഹോദരങ്ങൾ കേൾക്കണം, സഹോദരിമാർ കേൾക്കണം. ദൃശ്യമായി നമ്മൾ ഓടിക്കുന്ന വാഹനങ്ങൾ വളരെ വേഗം കുറഞ്ഞിട്ടുള്ളതായിട്ടുള്ള രീതിയിലൂടെ കൈകാര്യം ചെയ്യണം. ഓരോ ദിനവും നമ്മളുടെ മുമ്പിൽ കാണുന്നത് അതിഭയാനകമായിട്ടുള്ള അവസ്ഥകൾ. ആ വാഹനം കാണുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരും അതിലുള്ള ഡ്രൈവറുടെ അവസ്ഥ എന്തായിരുന്നു, അതിലുള്ള കുടുംബങ്ങളുടെ അവസ്ഥ എന്തായിട്ടുണ്ടാവും. അവരിപ്പോൾ ഉണ്ടോ? അവരിപ്പോൾ ഇല്ലേ? നമുക്ക് തോന്നിപ്പോവും. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു? അശ്രദ്ധ കാരണം. നമ്മളെങ്ങോട്ടാണോ ഇത്ര വേഗതയിൽ യാത്ര ചെയ്തത്? എന്തിനായിരുന്നു ഇത്ര വേഗത്തോടു കൂടി നമ്മൾ മുന്നോട്ട് പോയത്? നമ്മളെക്കുറിച്ച് ആലോചിക്കാതെ, കുട്ടികളെക്കുറിച്ച് ആലോചിക്കാതെ, അച്ഛനമ്മമാരെക്കുറിച്ച് ആലോചിക്കാതെ, നമ്മുടെ സമൂഹത്തെ ആലോചിക്കാതെ, നമ്മുടെ വ്യക്തി എന്ന നമ്മളെക്കുറിച്ച് ആലോചിക്കാതെ, യുക്തി എന്ന നമ്മുടെ ബോധത്തെക്കുറിച്ച് ആലോചിക്കാതെ നമ്മൾ ജീവിതമാകുന്ന പന്താവിനെ ഒരുപാട് വേഗതയോടുകൂടി മുന്നോട്ട് നയിച്ചപ്പോൾ ആയതിലുണ്ടാകുന്ന ആർഭാടപരമായിട്ടുള്ള അപ്രകാരം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾ നമ്മളെ ഒരുപാട് തളർത്തിയതുകൊണ്ട് ആയതിൽ നമ്മുടെ വിലപിക്കുന്നതായിട്ടുള്ള മക്കളും സഹോദരന്മാരും മാതാപിതാക്കളും രക്ഷിതാക്കളും
നമ്മളെ പഴിക്കുകയും നമ്മളെ ശപിക്കുകയും ചെയ്യുന്നു. പാപിയായി മാറുന്നു. ജീവിതമാകുന്ന പന്താവിൽ നമ്മളപ്രകാരം പാപികളായി മാറുന്നു. എന്തുകൊണ്ട്? അവനവൻ്റെ ശ്രദ്ധ അവനവൻ ഉപകരിക്കും പ്രകാരമല്ലാത്തതായിക്കൊണ്ടപ്പോൾ കഷ്ടനഷ്ടങ്ങൾ സംഭവിച്ചു പോയി. മാത്രവുമല്ല, നമ്മളെ പഴിക്കുകയും നമ്മളെ മനസ്സുകൊണ്ട് തൊഴിക്കുകയും പ്രഹരിക്കുകയും കൊണ്ടിരിക്കുന്ന ഒരു സമൂഹം. ആ സമൂഹത്തിൽ കുട്ടികളുണ്ട്, ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്, മക്കളുണ്ട്, സഹോദരിയുണ്ട്, സഹോദരനുണ്ട്, മാതാവും പിതാവുമുണ്ട്, രക്ഷിതാക്കളെല്ലാവരുമുണ്ട് നമ്മളെ പഴിക്കുവാനായിക്കൊണ്ട്. നമ്മുടെ വാഹനം അഹങ്കാരമായിട്ടുള്ള രീതിയിലൂടെ മുന്നോട്ട് കൊണ്ടുപോയപ്പോൾ നമുക്കത് തട്ടലും മുട്ടലും ഉണ്ടായി, കഷ്ടനഷ്ടങ്ങളുണ്ടായി. അത് ശരിയാണെന്ന് എത്ര പേര് പറയും നമ്മുടെ കുടുംബത്തിലുള്ളവർ. വേണമെങ്കിൽ പറയാം, ഞാനൊരുപാട് ശ്രദ്ധിച്ചു പോയി, മറ്റുള്ളവൻ വന്നെൻ്റെ മേലെ കയറി. നമുക്ക് ഒഴിഞ്ഞു മാറുവാനായിക്കൊണ്ട് പറയാം, നമുക്ക് നമ്മളെ ഭാഗം ശുദ്ധീകരിച്ചുകൊണ്ട് വേണമെങ്കിൽ പറയാം. വെറും വാക്കുകളാവും, സത്യം അതല്ലായിരിക്കാം. സത്യം തൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന പിഴവുകളാണ്. അത് എന്നിലേക്ക് വരുവാനോ അവരിലേക്ക് നമ്മൾ പോകുവാനോ കാരണമായത് അവനവൻ്റെ അശ്രദ്ധ കൊണ്ട് മാത്രമാണ്. ഞാൻ എൻ്റെ കർത്തവ്യം മറക്കുമ്പോഴാണ് അവരിങ്ങോട്ട് വരുന്നതും നമ്മൾ അങ്ങോട്ട് പോകുന്നതും. അവിടെ മുട്ടാനും തട്ടാനുമുള്ള സാഹചര്യം ഉണ്ടാകുന്നത് എപ്രകാരമാണോ, എൻ്റെ മനസ്സെപ്രകാരമാണ്, അപ്രകാരമാണ് അതിങ്ങോട്ട് വരുന്നതും ഇതങ്ങോട്ട് പോകുന്നതും. അതാണ് നമ്മൾ ആർഭാടത്തിലേക്ക് പോകുന്നത്. നമ്മളുടെ പരിമിതമായിട്ടുള്ള ജീവിത സാഹചര്യം വെച്ചുകൊണ്ട് നമുക്ക് കേമനാകാനോ അല്ലെങ്കിൽ ശാരീരികപരമായിട്ടുള്ള സുഖഭോഗങ്ങൾ കണ്ടുകൊണ്ടോ പോകുമ്പോൾ നമ്മുടെ കർത്തവ്യങ്ങളെല്ലാം പിഴയ്ക്കുന്നു, സാമ്പത്തിക ഭദ്രത പിഴയ്ക്കുന്നു. അവിടെയെല്ലാം നമുക്ക് സാമ്പത്തികപരമായും ശാരീരികപരമായും മാനസികപരമായിട്ടുള്ള പിഴവുകൾ നടനമാടുന്നു. അത് പലതരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാനായിക്കൊണ്ടും ആയതിൽ ഉണ്ടാകുന്നതായിട്ടുള്ള കൂട്ടുകെട്ടുകളും ആയതിൽ ഉണ്ടാകുന്നതായിട്ടുള്ള വാക്കുകളും ആയതിനോടനുബന്ധമായിട്ടുള്ള കൂട്ടുകെട്ടുകളും നമ്മളെയും സമൂഹത്തെയും നശിപ്പിക്കുവാനും ആക്രമിക്കുവാനും പ്രേരിപ്പിക്കുന്നു. നമ്മുടെ ആ ദോഷകരമായിട്ടുള്ള അവസ്ഥ മറ്റുള്ളവരെ ചതിക്കുവാനും വഞ്ചിക്കുവാനും നമ്മളൊരുപാട് കുറ്റക്കാരായി മാറുവാനും നമ്മളെ പ്രേരിപ്പിക്കുന്നു. എന്തുകൊണ്ട്? നമ്മുടെ നല്ലൊരു ഡ്രൈവർ അല്ലാത്തത് കൊണ്ട് ആ വാഹനം പലയിടങ്ങളിലും തട്ടുകയും മുട്ടുകയും ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്നതായിട്ടുള്ള ഒരു പ്രഹസനം, അത് സമൂഹത്തിലും കുടുംബത്തിലും വിരക്തി ഉണ്ടാകുന്നു. ഞാനെന്നുള്ള ഭാവം ശുദ്ധനല്ലാതായിത്തീരുന്നു, അശുദ്ധനായി മാറുന്നതിൻ്റെ കാരണം ഈ വാഹനമാണോ? ഈ വാഹനമാണോ? അല്ല, ഡ്രൈവറുടെ നിയന്ത്രണമില്ലാത്തതായിട്ടുള്ള വാഹനം, അവൻ്റെ നിയന്ത്രണത്തിൽ വാഹനം ചലിപ്പിക്കുവാൻ കഴിയാതെ വരുമ്പോൾ, അല്ലെങ്കിൽ മാനുഷിക മൂല്യങ്ങൾക്കുതകുന്ന വഴിയോരങ്ങളിൽ കാണുന്നതായിട്ടുള്ള മറ്റുള്ള ജീവികളെയും മനുഷ്യനെയും കാണാതെ പോകുമ്പോൾ ഉണ്ടാകുന്നതായിട്ടുള്ള ആ ഡ്രൈവറുടെ പ്രവർത്തനപരമായിട്ടുള്ള അവസ്ഥ ആ വാഹനത്തെ ഒരുപാട് ഇല്ലായ്മ ചെയ്യുവാനായിക്കൊണ്ടുള്ള അവസ്ഥയിലൂടെ മുന്നോട്ട് പോകുന്നു. ഇവിടെ ഡ്രൈവറായി ഞാനും നമ്മളും വാഹനം ആത്മാവുമായി ബന്ധിപ്പിക്കും. നമുക്ക് സൗകര്യപ്രദമായിട്ടുള്ള അവസ്ഥയിലൂടെ ഉപയോഗിക്കുവാനുള്ളൊരു മൂല്യമാണ് നമ്മുടെ വാഹനം.
ആയതുകൊണ്ട് എന്തെല്ലാം നേടിയെടുക്കാം. നമുക്ക് നമ്മുടെ ചുറ്റുപാടുമുള്ളവരെ രക്ഷിക്കുവാനായിക്കൊണ്ടും അവരുടെ ആശുപത്രിയിൽ എത്തിക്കുവാനായിക്കൊണ്ടും സമൂഹത്തിൽ മറ്റുള്ള സാമൂഹികപരമായിട്ടുള്ള നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ള കർത്തവ്യ നിർവഹണത്തിനും നമ്മുടെ കുടുംബങ്ങളിലും മറ്റുള്ളവരിലേക്ക് നമുക്ക് എത്തിപ്പെടുവാനായിക്കൊണ്ടുള്ള ഒരു മാർഗമായി നല്ല രീതിയിൽ ഒരു വാഹനം ഉപയോഗിക്കുമ്പോൾ ആ വാഹനം നമുക്കൊരുപാട് ഉപകാരപ്രദമായി തീരുന്നത് എപ്രകാരമാണോ അപ്രകാരം തന്നെയാണ് ശരീരമാകുന്ന നമ്മളെ നല്ല രീതിയിലൂടെ മാനുഷിക മൂല്യങ്ങൾക്കുതകുന്ന രീതിയിലൂടെ നമ്മൾ ഉപയോഗിക്കുവാൻ വേണ്ടി നമ്മൾ ആ കർത്തവ്യം പരിപൂർണതയോടുകൂടിയും ആത്മാർത്ഥതയോടുകൂടിയും നിർവഹിക്കുവാനായിക്കൊണ്ട് നമ്മൾ കാണിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും സ്നേഹങ്ങളിലും സമാധാനത്തിന് കൊടുക്കുന്ന ശാന്തിക്ക് കൊടുക്കുന്ന നമ്മൾ ആയതിൽ വെച്ചു പുലർത്തുന്ന നിലവാരം നമ്മളെ ഒരുപാട് നല്ല ഡ്രൈവറായി മാറുവാനായിക്കൊണ്ട് നമ്മളെ പ്രാപ്തയാക്കുന്നു. ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ചിന്തിക്കണം. ആർക്ക് വേണ്ടി? നമുക്ക് വേണ്ടി, എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി. എപ്പോഴും പോകുന്ന ഈ പോക്ക് എങ്ങോട്ടാണെന്ന് ചിന്തിക്കണം. എനിക്കെത്തേണ്ടത് ഇന്ന സ്ഥലത്താണെന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടാകേണ്ടതായിട്ടുണ്ട്. നമ്മൾ ആ സ്ഥലത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് തിരിച്ചു വരേണ്ടതായിട്ട് വരില്ല. ഇല്ലെങ്കിൽ ലക്ഷ്യസ്ഥാനം പിഴയ്ക്കുമ്പോൾ വീണ്ടും നമ്മൾ യാത്ര മതിയാക്കി തിരിച്ചുകൊണ്ട് വീണ്ടും അഡ്രസ്സ് അറിയാത്തൊരാൾ, മേൽവിലാസം അറിയാത്തൊരാൾ നമ്മളൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ അവിടുത്തെ മേൽവിലാസമുണ്ടെങ്കിലും നമ്മൾ വഴി അറിയുന്നില്ല. അപ്പോൾ നമ്മൾ ചോദിക്കുന്നു മേൽവിലാസം പറഞ്ഞുകൊണ്ട്, ഇന്ന ഭാഗത്തേക്ക്, ഇന്ന മേൽവിലാസത്തിൽ അറിയപ്പെടുന്ന ഭാഗത്തേക്ക് എപ്രകാരം നമുക്ക് പോകാൻ സാധിക്കും? ചോദിക്കുമ്പോൾ പറഞ്ഞു തരുന്ന ആൾക്ക് വേണ്ട രീതിയിലുള്ള അറിവില്ല, ഒരവജ്ഞത കൊണ്ടാണ് പറയുന്നതെങ്കിൽ നമുക്കവിടെയും പൂർത്തീകരിക്കാനായിക്കൊണ്ട് സാധിക്കുന്നില്ല. കുറേ യാത്ര ചെയ്യുന്നു. ആ യാത്രാ മധ്യേ നമുക്ക് പിന്നീട് യാത്ര ചെയ്യുവാനായിക്കൊണ്ട് സാധിക്കുന്നില്ല. കാരണം ഒരുപാട് വഴി ദുസ്സഹമായിട്ടുള്ളൊരു വഴിയാണ്. യാത്രയ്ക്ക് അനുവദനീയമല്ല. തിരിച്ചു പോരുന്നു. വീണ്ടും നമ്മൾ മേൽവിലാസമുണ്ട്, നമുക്ക് മുമ്പ് സഞ്ചരിച്ചിട്ടില്ലാത്തത് കൊണ്ട് അവിടെ എത്തിപ്പെടാനായിക്കൊണ്ട് സാധിച്ചിട്ടില്ല. വീണ്ടും നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. മേൽവിലാസമുണ്ട്, പക്ഷേ വഴി അറിയുന്നില്ല. വഴി ദുസ്സഹമാണ്. വീണ്ടും മുമ്പ് പോയതിനേക്കാളും കുറച്ചും കൂടെ നമുക്ക് പോകുവാനായിക്കൊണ്ട് നമ്മൾ ശ്രമിക്കുന്നു. നമ്മൾ എത്തുന്നുണ്ടോ? ഇല്ല. വീണ്ടും മേൽവിലാസമുണ്ട്, തിരിച്ചു വരുന്നു. സാഹചര്യം, നമ്മൾ പോകുന്ന റോഡ് മാർഗത്തിൽ അവിടെ കരടിയുണ്ട്, കടുവയുണ്ട്, പുലിയുണ്ട്, സിംഹമുണ്ട്. നമ്മുടെ വാഹനം ഓടിച്ചു പോകുമ്പോൾ നമുക്ക് മുന്നോട്ട് പോകുവാനായിക്കൊണ്ടുള്ള മാർഗം തടസ്സമായി ആനയുണ്ട്. നമ്മൾ തിരിച്ചു പോരുന്നു. നമ്മുടെ കയ്യിൽ എന്തുണ്ട്? ഒരു മേൽവിലാസമുണ്ട്. എന്തുണ്ട്? ഒരു മേൽവിലാസം. ഒരു വിലാസമുണ്ട്. ഒരു വിലാസം. അതാണ് ഈശ്വരൻ. ദുസ്സഹം നിറഞ്ഞ വഴിയിലൂടെയുള്ളൊരു യാത്ര എങ്കിൽ അതിമനോഹരമായിട്ടുള്ളൊരു യാത്ര. തടസ്സമില്ല. അവിടെ കടുവയില്ല, കരടിയില്ല, സിംഹമില്ല, ആനയില്ല. വഴിയോരങ്ങളിൽ പൂത്തുനിൽക്കുന്ന സസ്യങ്ങളും സുഗന്ധം വമിപ്പിക്കുന്ന വൃക്ഷങ്ങളും കായ്കളും ഫലവൃക്ഷങ്ങളും ആയ പാതയിലൂടെ സഞ്ചരിക്കുന്നു. ജന്മം കൊണ്ട് കിടന്നും കർമ്മം കൊണ്ടൊരു മനുഷ്യനായും പോകുന്ന സമയം ഒരു പറവയായും
ആ വാഹനം അപ്രകാരം ആ തൃപ്പാദത്തിങ്കൽ മേൽവിലാസത്തിലുടമയായിട്ടുള്ള പരമാനന്ദം കിട്ടുന്ന ഡ്രൈവറായി അദ്ദേഹം ആ യാത്ര അവിടെ സമാപിച്ചു. സ്വസ്ഥതയോടുകൂടി, ശാന്തിയോടുകൂടി. പ്രണാമം, നമസ്കാരം.